ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. നിങ്ങളുടെ ടീം 200-നടുത്തുള്ള ഒരു വലിയ സ്കോർ ചേസ് ചെയ്യാൻ ഇറങ്ങുന്നു, അതും വേൾഡ് കപ്പിൽ. തോറ്റാൽ ടീം പുറത്താവുന്ന അവസ്ഥയിൽ. ഒപ്പമുള്ളവരൊക്കെ അത്ര വലിയ കോൺട്രിബ്യൂഷനും നൽകാതെ പുറത്തായി പോകുന്നു. നിങ്ങൾക്ക് എത്രത്തോളം സമ്മർദ്ദമുണ്ടാവും? വാനോളം അല്ലേ? എന്നാൽ അത്തരത്തിലൊരു സാഹചര്യത്തിൽ മുഖത്ത് ഒരു തരി ഭാവവ്യത്യാസം പോലും ഇല്ലാതെ അവസാനം വരെ സമ്മർദ്ദം എന്താണെന്ന് പോലും കാണിക്കാത്ത തരത്തിലുള്ള ഒരു പോരാളിയായിക്കൊണ്ടാണ് സഞ്ജു സാംസൺ ഇന്നലെ നിറഞ്ഞാടിയത്. അത്തരത്തിലുള്ള ഒരു മാസ്മരിക 97 റൺസായിരുന്നു അവിടെ പിറന്നതും. അതെ, 3 റൺസിനകലെ സെഞ്ചുറി നഷ്ടമായിട്ടുണ്ട്. പക്ഷേ സെഞ്ചുറിയേക്കാൾ വിലയുള്ള, പൊന്നും വിലയുള്ള 97 റൺസ്. ഉറപ്പിച്ച് പറഞ്ഞോളൂ, T20 വേൾഡ് കപ്പ് ചരിത്രത്തിലെ തന്നെ ചേസിംഗിലെ വൺ ഓഫ് ദ ബെസ്റ്റ് നോക്കുകളിൽ ഒന്നാണ് സഞ്ജു സാംസൺ എന്നൊരു മലയാളി താരം ഇന്നലെ നടത്തിയിരിക്കുന്നതും. അതിൽ ഒരുപാട് ആവേശത്തിലും സന്തോഷത്തിലുമാണ് നമ്മുടെ ആരാധകരുള്ളത്. ഏതായാലും സഞ്ജുവിനെ വാനോളം പ്രശംസിച്ചുകൊണ്ട് IPL ടീമുകളുമൊക്കെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്നത്. പഞ്ചാബ് കിങ്സിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഷുഡ് വി ബോ ഹീസ് എ കിങ്. അതെ, സൂര്യകുമാർ യാദവ് തന്റെ ക്യാപ്പ് ഊരി വെച്ചുകൊണ്ട് സഞ്ജു സാംസന്റെ അരികിൽ നിൽക്കുന്ന ആ ഒരു പിക്ചറും ടീം ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചതിന് ശേഷം സഞ്ജു സാംസന്റെ ആ ഒരു പിക്ചറും വെച്ചതിന് ശേഷമാണ് സഞ്ജുവിനെ കിങ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പഞ്ചാബ് കിങ്സ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ ടാഗ് ലൈൻ കൊടുത്തുകൊണ്ട് സഞ്ജു സാംസൺ വേറിട്ടൊരാളാണെന്ന് കൂടി പഞ്ചാബ് കിങ്സ് രസകരമായിട്ടൊരു പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും സഞ്ജുവിന്റെ IPL ടീമായിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് ധാരാളം പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അതിലൊന്ന് പറയുകയാണെങ്കിൽ, വെസ്റ്റ് ഇൻഡീസ് ഉയർത്തിയ റൺമല താണ്ടിയതിനു ശേഷം സഞ്ജു സാംസൺ ആഘോഷിക്കുന്ന ആ ഒരു കൈകൾ ഉയർത്തിയ പിക്ചർ പങ്കുവച്ചതിന് ശേഷം സഞ്ജു യു ബ്രോട്ട് അസ് ടു ദ ഫൈനൽ എന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സ് പോസ്റ്റ് ചെയ്തതെങ്കിൽ, RCBയുടെ പോസ്റ്റാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത്. കാരണം അവരുടെ ആ ഒരു ക്യാപ്ഷനിൽ എല്ലാം ഉണ്ട്. അതെ, സം ഇന്നിങ്സ് ഡോണ്ട് നീഡ് 3 digits ടു ബി ഐക്കോണിക്. അതെ, ചില ഇന്നിങ്സുകൾ സെഞ്ചുറിയിലേക്ക് എത്തണമെന്നില്ല അത് ഐക്കോണിക് ആയിട്ട് മാറണമെങ്കിൽ. കാരണം സഞ്ജു സാംസൺ ദി ആർക്കിടെക്ട് ഓഫ് ചേസ് ഡൺ റൈറ്റ് എന്നാണ് ക്യാപ്ഷനായിട്ട് കൊണ്ട് RCB കുറിച്ചിരിക്കുന്നത്. യെസ്, 50 പന്തിൽ 97 റൺസ് എടുത്ത സഞ്ജു സാംസണെ ഒരു കാറിലിരുത്തിയ ഒരു ഫോട്ടോയൊക്കെ പങ്കുവെച്ചുകൊണ്ടാണ് RCB ഇങ്ങനൊരു രസകരമായിട്ടുള്ള പോസ്റ്റ് പങ്കുവെക്കുന്നതും. മുംബൈ ഇന്ത്യൻസിന്റെ പോസ്റ്റിലേക്ക് വരികയാണെങ്കിൽ, ചേട്ട ലീഡ്സ് അസ് ടു ദ വാങ്കഡെ എന്നുള്ളതാണ് അവർ ക്യാപ്ഷനായിട്ട് കൊടുത്തത്. അതെ, സെമി ഫൈനൽ കളിക്കാൻ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടുകയാണല്ലോ വാങ്കഡയിൽ വെച്ച്. അങ്ങനെ എല്ലാ IPL ടീമുകളും സഞ്ജുവിനെ വാനോളം പുകയത്തിക്കൊണ്ട് പോസ്റ്റുകളും അതുപോലെ തന്നെ ഒരുപാട് ക്യാപ്ഷൻസും ഒക്കെ ഇട്ടുന്ന രസകരമായിട്ടുള്ള കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് സോഷ്യൽ മീഡിയ. അതുപോലെ മുൻ ക്രിക്കറ്റ് ഇന്ത്യൻ താരങ്ങളുമൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാനും മറക്കല്ലേ. ഏതായാലും ഇന്ത്യയുടെ നിലവിലെ ഹെഡ് കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീർ സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു: സഞ്ജു സാംസൺ ഇസ് എ വേൾഡ് ക്ലാസ് പ്ലെയർ. ഹി സ്റ്റെപ്ഡ് അപ്പ് ഫോർ ഇന്ത്യ വെൻ ഇറ്റ് വാസ് നീഡഡ് ദ മോസ്റ്റ്. അതെ, ടീം ഇന്ത്യക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് സഞ്ജു സ്റ്റെപ്പ് അപ്പ് ചെയ്തിരിക്കുന്നത് തന്നെയാണ് ഗൗതം ഗംഭീർ പറയുന്നതും. മാത്രവുമല്ല, സഞ്ജു ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ ആണെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, സഞ്ജു തന്റെ കരിയറിൽ ഒരുപാട് ഗംഭീരമായിട്ടുള്ള ഇന്നിങ്സുകൾ കളിച്ചെങ്കിൽ കൂടി 3 T20 സെഞ്ചുറികൾ അദ്ദേഹം കുറിച്ചിട്ടുണ്ട്, ഒരു ODI സെഞ്ചുറി അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അതിനൊക്കെ മുകളിൽ വരുന്ന ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു. കാരണം അത്രയുള്ളൊരു പ്രഷർ സിറ്റുവേഷനിൽ T20 വേൾഡ് കപ്പിൽ സഞ്ജു സാംസൺ അക്ഷരാർത്ഥത്തിൽ നിറഞ്ഞാടുകയായിരുന്നു. വാട്ട് എ വണ്ടർഫുൾ ഇന്നിങ്സ് എന്ന് തന്നെ പറയേണ്ടി വരും. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.